സോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പം അത് ടൊമാറ്റോ റൈസ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എന്താ പറയുക, ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരം ഡിഷാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും എനിക്ക് ആദ്യത്തെ ഭാഗം എടുക്കാൻ പറ്റിയില്ല, കാരണം ഇതെൻ്റെ അമ്മയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുക്കർ എടുക്കുക, കുക്കറിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക, കടുക് ആവശ്യത്തിന് ഇടുക. പിന്നെ നമ്മുടെ വെളുത്തുള്ളി കൊച്ചതായിട്ട് അരിഞ്ഞതും, സവാളയും ഒരു അരമുറി സവാളയും, പിന്നെ വെളുത്തുള്ളി 4-5 അല്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ബേ ലീവ്സ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ബേ ലീവ്സും ഇട്ട് കൊടുക്കുക. 2 ബേ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർഡമൺ, ദാറ്റ് ഈസ് ഏലക്ക നമ്മൾ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഈ പറഞ്ഞ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇത്രയും കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂത്ത് വരുന്ന ആ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ ഈ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ 3 ടൊമാറ്റോ നമ്മൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ടൊമാറ്റോ റൈസ് ആയതുകൊണ്ട് അപ്പോൾ ടൊമാറ്റോയുടെ ഫ്ലേവർ കിട്ടണം. അപ്പം ടൊമാറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കിട്ടും. ടൊമാറ്റോ എത്ര ഇട്ട് കൊടുക്കുന്നോ അത്രയും അതിൻ്റെ ആ ഒരു സ്വാദ് കാണും. അപ്പം സോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, കാരണം ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബിലെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമേ പറയണത് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് അത്രയും നന്നായിട്ട് ആവണമെന്നില്ല, പക്ഷെ ഇനിയുള്ള വീഡിയോസ് ഞാൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഇനിയെന്ന് പറയുമ്പം നല്ലതായിട്ട് തീ ഇച്ചിരി കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇടണം. ഉപ്പിട്ട് റൈസ് ഇടുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. അത്രയ്ക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. കാരണം എനിക്കറിയാം, നമുക്ക് ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും പിള്ളേരെ വിടണം, രാവിലെ സ്കൂളിൽ വിടണം, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതും പിള്ളേർക്ക് എപ്പോഴും ചോറ് കഴിക്കുന്നത് അവർക്ക് ചുമ്മാ വെറുതെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കെന്ന് പറയുമ്പം. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഡിഷാണ്. സോ ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം പറയുക. അപ്പോൾ ഇത് നന്നായിട്ട് ശരിയായിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു പാകം ആകുമ്പോഴത്തേനും നമുക്ക് അടുത്തായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ റൈസാണ്. ബ്രൗൺ റൈസ് നിങ്ങൾക്കറിയാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള റൈസാണ്, ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള റൈസാണ്. അപ്പോൾ ബ്രൗൺ റൈസ് നമ്മൾ കഴുകി 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ബ്രൗൺ റൈസ് എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതേ അളവിൽ 2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പിടുക. കാരണം എൻ്റെ കയ്യിൽ കല്ലുപ്പാണ്, എനിക്ക് കറക്റ്റ് അളവ് പറയാൻ ഒക്കത്തില്ല. ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെയും അതിനുശേഷം നമ്മൾ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില അറിയാമല്ലോ, നല്ല ടേസ്റ്റ് വരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് മല്ലിയില എന്ന് പറയുന്നത്. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളത് അടച്ചു വെച്ച് കൊടുക്കാൻ പോവാണ്. അടച്ചു വെച്ചിട്ടങ്ങ് പോകാക്കത്തില്ല. നമ്മൾ 2 വിസിലാണ് ഞാനിത് അടുപ്പിക്കുന്നത്. കാരണം ബ്രൗൺ റൈസ് എന്ന് പറയുമ്പം അത്ര അങ്ങ് വേവുന്ന റൈസല്ല. ചില ആൾക്കാരെ തെറ്റിദ്ധാരണ അതാണ്. ബ്രൗൺ റൈസ് അവർ എന്നിട്ട് ഒന്നുകൂടെ വിസിലടുപ്പിക്കും. പക്ഷെ അത് ചെയ്യരുത്. ബ്രൗൺ റൈസ് അത്ര അങ്ങനെ വേവത്തില്ല. അപ്പോൾ ഇതെന്താ കറക്റ്റ് പാകമായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളി റൈസ് എന്ന് നിങ്ങൾക്ക് വിളിക്കാം. സ്വാദിഷ്ടവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് നമുക്കിവിടെ റെഡിയായി. അതിൻ്റെ കൂടെ ഞാൻ എന്താണ് പെയറപ്പ് ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ കറി അല്ലെങ്കിൽ കൊഞ്ച് കറി എന്ന് പറയാം. ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ബൈ, ടേക്ക് കെയർ.